മഞ്ഞ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം മനുഷ്യനെ പല കാര്യങ്ങളും പ്രകൃതിയിലൂടെ കണ്ടുപഠിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് പ്രകൃതിയെ നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത്. ഞാനിന്ന് ഒരു സുപ്രധാന കാര്യം പറയാനായിട്ടാണ് ഈ ഒരു ചെടിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഈ പ്ലാന്റിൻ്റെ ലീഫാണ്. ഞാൻ വളരെ ശ്രദ്ധിക്കാതെ തോട്ടത്തിൽ വെച്ചിരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ അരികിൽ, ഈ ലീഫിൻ്റെ ഈ അരികുണ്ടല്ലോ, ഈ അരികിലൂടെ എല്ലാം, ലീഫ് മാർജിൻ എന്നാണ് ഇതിന് പറയുന്നത്, അരികിലൂടെ എല്ലാം ഈ കർവിങ്സ്, ഓരോ കർവിലും ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. ഇലയുടെ സൈഡിൽ നിന്ന് ഇത് കണ്ടോ, സൈഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ. ഈ എല്ലാ ഇലയുടെയും ഉണ്ടായിരുന്നതെല്ലാം താഴെ വീണ് പോയി കണ്ടോ. പുതിയ ചെടികൾ താഴെ വീണ് പുതിയ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക കഴിവാണ്. അതിൻ്റെ വംശനാശം വരാതിരിക്കാൻ വേണ്ടി ദൈവം അതിന് കൊടുത്തിരിക്കുന്ന ആ കഴിവ് അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് എന്തെല്ലാം കഴിവ് ദൈവം തന്നാലും അതിനെയൊക്കെ മറികടന്ന്, അതിനെയൊക്കെ ചോദ്യം ചെയ്ത് അതൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു പ്രകൃതമാണ്. അങ്ങനെയല്ല, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഈ ഇല ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇലയുടെ സൈഡിൽ നിന്ന് ഇതിൻ്റെ പൂക്കളെ അല്ലെങ്കിൽ പുതിയ മുകുളങ്ങൾ, പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവ് പല പ്ലാന്റ്സിനും ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇലയിൽ നിന്ന് പുതിയ ചെടി മുളച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ബ്രയോഫില്ലം, ഈ പ്ലാന്റിൻ്റെ പേരാണ് ബ്രയോഫില്ലം. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഈ ഓരോ ലീഫിൻ്റെ ഈ അഗ്രത്തിൻ്റെ പേരാണ് ലീഫ് മാർജിൻ. അതിന് ഓരോ കർവിങ്ങിലും ഇതുപോലെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ, ഒരു കൊച്ചു പ്ലാന്റ്. അതുപോലെ ഇതിൻ്റെ ലീഫിൻ്റെ എഡ്ജിൽ അല്ലെങ്കിൽ മാർജിനിലാണ് ഇതിൻ്റെ ന്യൂ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലീഫിൽ നിന്ന്, ലീഫിൻ്റെ കർവിങ്ങിൽ, മാർജിനിൽ നിന്ന് പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് കണ്ടോ ഈ പ്ലാന്റിനും ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇത് ഉണ്ടായി നിൽപ്പുണ്ട്. അതായിരുന്നു വീണതാണ്. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു തയ്യ് അവിടെ ഉണ്ടായി വരുന്നു. ഒരു കുഞ്ഞു തയ്യുണ്ട്, ഇവിടെയുണ്ട്. ഈ എല്ലാ മാർജിനിലും ഉണ്ടായിരുന്നതെല്ലാം താഴെ വീണു. ലീഫിൻ്റെ മാർജിനിൽ പുതിയ തൈകളെ പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെ അവരുടെ വംശം നശിക്കാതെ ഇഷ്ടം പോലെ തൈകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ലീഫ് മാർജിനിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ലീഫ് മാർജിനുകളിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മലയാളത്തിൽ ഇതേ അർത്ഥം വരുന്ന ഒരു പേരാണ് ഈ ചെടിയുടെ പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ മലയാളത്തിലെ ഈ ചെടിയുടെ പേര്? ഇംഗ്ലീഷിൽ ഇതിന് ബ്രയോഫില്ലം എന്ന് പറയും. അപ്പോൾ ബ്രയോഫില്ലം പ്ലാന്റ്സ് സയൻറ്റിഫിക്കലി ഞങ്ങൾ ബോട്ടണി ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ പ്രജനനം അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്താൻ ദൈവം പ്ലാന്റ്സിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവിൽ ഒന്നാണ് ലീഫ് മാർജിനിൽ നിന്ന് പുതിയ തൈകളെ ഉണ്ടാക്കുന്നത്. മനുഷ്യന് എന്ത് കഴിവുണ്ടെങ്കിലും അത് അവൻ പ്രയോഗിക്കുകയല്ലോ. പക്ഷേ ചെടികൾ അങ്ങനെയല്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നന്നായി ചെയ്യുന്നതാണ് ചെടികൾ. അപ്പോൾ പ്രകൃതിയിലെ ചെടികളെ കണ്ട് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ് ചെടികളെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചെടിയുടെ അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ പേര്, ഇതിൻ്റെ ഈ പ്രവൃത്തി വെച്ച് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് പറയാമോ?